ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് 20/12/2024 ഫ്രൈഡേ നടന്ന ട്രേഡിൻ്റെ ഞാനെടുത്ത ട്രേഡിൽ എനിക്ക് കിട്ടിയ പ്രോഫിറ്റും ഞാൻ എന്തുകൊണ്ടാണ് ആ ട്രേഡ് എടുക്കാനുള്ള കാരണം, എന്തെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ആ ട്രേഡ് എടുത്തത്, ആ ട്രേഡ് എടുക്കാൻ എനിക്ക് അനുകൂലമായിട്ട് വന്ന കാര്യങ്ങളെല്ലാത്തിനെയും കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ ക്യാപ്പും ഈ ജാക്കറ്റും എല്ലാം ഇട്ട് വീഡിയോ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ കാനഡയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. ഇന്ന് -15 -17 അങ്ങനെ മറ്റോ ആണ്. എനിവേ, നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ നല്ല കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എനിക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടിയത്, അതേപോലെ നിങ്ങൾക്കും അതേപോലെ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് നോക്കാം. ഓൾറെഡി മാർക്കറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഫ്രൈഡേ കഴിഞ്ഞിട്ട് സാറ്റർഡേ ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ റീപ്ലേ എന്നുള്ളൊരു ഓപ്ഷനിൽ ഞാൻ കഴിഞ്ഞ മാർക്കറ്റ് ഞാൻ അത് റീപ്ലേ ആക്കി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നും നമുക്കെല്ലാം റീപ്ലേ വെച്ചിട്ട് അറിയാം. ഞാൻ അങ്ങനെയാണ് വച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം മാർക്കറ്റ് നമുക്ക് എങ്ങനെയാണ് വിസിബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത്, മാർക്കറ്റ് വരുമ്പോൾ CPR എന്ന ഇൻഡിക്കേറ്ററിൽ നമുക്ക് എന്ത് CPR ആണ് വരുന്നത്, നാരോയാണോ വൈഡാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു നാരോ CPR ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷനും കൂടി ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഞാൻ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ മറ്റേ HDFC ബാങ്ക്, റിലയൻസ് അങ്ങനെയുള്ള വലിയ വലിയ സ്റ്റോക്കുകളിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. കാരണം ഇവർക്ക് വലിയൊരു പങ്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി 50 ആണെങ്കിലും ഇവരുടെ പങ്ക് വലുതാണ്. ഇൻഡെക്സിൽ ഈ HDFC ബാങ്കിൻ്റെയും റിലയൻസിൻ്റെയും മൂവ്മെൻറ്റ് ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പം ഞാൻ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ അവരുടെ സ്റ്റോക്കും കൂടി ഞാൻ നോക്കാറുണ്ട്. നിങ്ങളും അങ്ങനെ നോക്കണം. മാർക്കറ്റ് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു നാരോ CPR നമുക്ക് കിട്ടി. ഇത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് പോയിരിക്കുന്നത് താഴത്തേക്കാണ്. നമുക്കൊരു ഡൗൺ ക്യാനലാണ്, വലിയൊരു റെഡ് ക്യാനലാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ട്രേഡ് എടുക്കാൻ നേരത്ത് വലിയൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ വരാൻ ചാൻസ് ഉള്ള ഒരു ഒരു സോൺ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഞാൻ മാർക്ക് ചെയ്ത സോണിൻ്റെ അടുത്ത് വരാനോ ചിലപ്പോൾ അതിൽ ടച്ച് ചെയ്തിട്ട് തിരിഞ്ഞു പോവാനോ ആണ് പതിവ്. നമുക്കറിയില്ല, ഇന്നലെ വരെയുള്ള മാർക്കറ്റുകൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഉള്ള മാർക്കറ്റുകൾ നേരെ ഓപ്പോസിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം. കണ്ടില്ലേ, മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ നമുക്ക് വലിയൊരു റെഡ് ക്യാനൽ തന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ഗ്രീൻ ക്യാനൽ കിട്ടി മേളിലേക്ക് പോയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു കൺഫർമേഷൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ട്രേഡ് എടുത്തിട്ടില്ല. നമുക്ക് പ്രീമിയത്തിലേക്ക് നോക്കുമ്പോൾ ഒരു 200-300 രൂപയുടെ നല്ല ഡിഫറൻസ് പ്രീമിയത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ അത് കാണുമ്പോൾ അയ്യോ അവിടെ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാറുണ്ടല്ലോ, എടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് പോയിന്റ്സ് കിട്ടുമല്ലോ എന്നോർത്തിട്ട് ചിലർ ചാടി കയറി ട്രേഡ് എടുക്കും. ആ 200-300 പോയിന്റ്സ് കൂടുന്നത് പോലെ തന്നെ കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അതേപോലെ ഞാൻ കൺഫർമേഷന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഗ്രീൻ ക്യാൻഡിൽ കയറി മേളിലേക്ക് പോയി. ഇനി വരുന്ന മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ, ആ നാരോ CPRൽ തട്ടി വീണ്ടും ഒരു റെഡ് ക്യാനിൽ താഴെ വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കൺഫർമേഷനാണ്. പക്ഷേ ഞാൻ HDFC ബാങ്കിൽ പോയപ്പോഴും ഞാൻ ഓപ്ഷൻ ചെയിനിൽ നോക്കിയപ്പോഴും എനിക്ക് വലിയൊരു ട്രെൻഡൊന്നും അപ്പ് ട്രെൻഡായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും ഞാൻ ഇവിടെ
ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യില്ല എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒരു സോൺ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടാർഗറ്റ് സോൺ. ഞാൻ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പുട്ട് ഓപ്ഷൻ ഞാനിവിടെ എടുത്തു. ഞാൻ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു മേഖലയിലായിരിക്കും. ഞാൻ എപ്പോഴും CPRൻ്റെ ഈ ഒരു പോർഷനിലായിരിക്കും ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വയ്ക്കാറ്. എൻ്റെ ടാർഗറ്റ് ഞാൻ വച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഞാൻ അതേപോലെ ഇവിടെ ഞാനൊരു പുട്ട് ഓപ്ഷൻ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ബൈ ചെയ്തു. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ പോയിരിക്കുന്നത്. കണ്ടില്ലേ, മാർക്കറ്റ് അവിടെ വളരെ സൈഡ് വൈസും കുറച്ച് കയറലും ഇറങ്ങലും അങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഞാൻ വച്ചിരിക്കുന്ന ഒരു ടാർഗറ്റിന്റെ ഏകദേശം അടുത്ത് വരെ വന്നിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി. ഞാനൊരു കുറച്ച് പോയിന്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഓപ്ഷൻ ചെയിനിലും ഞാൻ വേറെ HDFC ബാങ്കിൻ്റെ റിലയൻസിൻ്റെയും ഞാൻ സ്റ്റോക്കൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അവരുടെ പെർഫോമൻസും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനി നമുക്ക് അധികം നേരം ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ആ പൊസിഷൻ ഞാൻ എക്സിറ്റ് ചെയ്തു. അറൗണ്ട് ഒരു 5,000, അതായത് ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ ക്യാപിറ്റലിൽ ഒരു 5% എനിക്ക് കിട്ടി. ഓൾറെഡി മാർക്കറ്റ് കഴിഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് പ്രോഫിറ്റ് കാണിക്കാൻ സാധിക്കില്ല, കാരണം ആ പ്രോഫിറ്റ് ഇനി വിസിബിൾ ആവില്ല. ആ പ്രോഫിറ്റ് ഓൾറെഡി നമ്മുടെ ക്യാപിറ്റലിലേക്ക് അത് ആഡായി കാണും. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം, ആ പ്രോഫിറ്റ് ഏകദേശം ഒരു 24 hours വരെയാണ് നമുക്കൊരു പ്രോഫിറ്റായിട്ട് കാണുകയുള്ളൂ. അതിനുശേഷം അത് നമ്മുടെ ക്യാപിറ്റലിലേക്ക് ആഡാവാണ് ചെയ്യാറ്. ഞാൻ കീപ്പ് ചെയ്യുന്നത് 1 ലക്ഷം രൂപ ക്യാപിറ്റലാണ്. 1 ലക്ഷം രൂപയുടെ മേട്ടിലേക്ക് പ്രോഫിറ്റ് വരുമ്പോൾ 1000 രൂപയാണെങ്കിലും 500 രൂപയാണെങ്കിലും ഞാനത് വിഡ്രോയിൽ കൊടുക്കും. എന്നിട്ട് ഞാൻ എപ്പോഴും 1 ലക്ഷം രൂപ ഞാനത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും ക്യാപിറ്റൽ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ 5,000 ഓൾറെഡി ഞാൻ വിഡ്രോയിൽ ഫ്രൈഡേ കൊടുത്തു. ഇനിയിപ്പോൾ എനിക്കത് മൺഡേ ആണ് എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ അത് വിസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഞാനെടുത്ത പ്രോഫിറ്റ് ഇപ്പോൾ കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പ്രോഫിറ്റ് എടുത്തില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ പ്രോഫിറ്റ് എടുത്തിരുന്നു. എൻ്റെ 5% ഞാൻ പ്രോഫിറ്റ് എടുത്തു. ഞാൻ ഇവിടെയാണ് ആക്ച്വലി എടുത്തത്. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ലൊരു 20-30 പോയിന്റ്സ് എനിക്ക് കിട്ടി. ഞാൻ ഒരു 5,000 എടുത്തു. ഞാനെന്തോ കുറച്ച് ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കണം. നമ്മൾ ഓപ്ഷൻ ചെയിൻ നമ്മൾ എപ്പോഴും നോക്കണം. ഈ പറഞ്ഞതുപോലെ HDFC ബാങ്കിൻ്റെയോ റിലയൻസിൻ്റെയോ സ്റ്റോക്ക് നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യണം. കാരണം അവരുടെ പെർഫോമൻസ് വളരെയധികം അനുകൂലമായിട്ട് ഇൻഡെക്സുകൾ കാണാറുണ്ട്. ഞാൻ അങ്ങനെയാണ് ട്രേഡ് ചെയ്യാറ്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പൊസിഷൻ കൂടുതൽ നേരം ഹോൾഡ് ചെയ്യണമെങ്കിൽ അർത്ഥമില്ല എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് എക്സിറ്റ് ചെയ്തു. എക്സിറ്റ് ചെയ്ത ഉടനെ എൻ്റെ പൊസിഷൻ നേരെ ഓപ്പോസിറ്റ് പോയി. ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മേ ബി ഞാൻ വച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് അത് ഹിറ്റ് ആയേനെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ലോസ് വന്നേനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. നമ്മളെപ്പോഴും അലേർട്ടായിട്ട് എടുക്കുക. കണ്ണും പൂട്ടി എടുക്കുന്ന സിസ്റ്റം അല്ല ട്രേഡിങ്, അതൊരു ഗാംബ്ലിംഗ് ആണ്. നമ്മൾ ശരിക്കും ഇപ്പോൾ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് ഇനി താഴത്തേക്ക് വരുമോ എന്നതിന് വേണ്ടി കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി മുകളിലേക്ക് പോയാൽ ഇനി അത് വീണ്ടും താഴേക്ക് വന്നാലോ എന്നുള്ള ഒരു ചാൻസ് നമ്മൾ എപ്പോഴും കാണുക. ഒരു വലിയ റെഡ് ക്യാൻഡിലോ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലോ ആവരുത് നമ്മുടെ ട്രേഡ് സ്ട്രാറ്റജി. നമ്മൾ പ്രീമിയത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ 100-200 പ്രീമിയം മാറിപ്പോകാൻ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഓർക്കും ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രോഫിറ്റ് കിട്ടിയാലോ. പക്ഷെ അതൊന്നും ആയിരിക്കരുത് നമ്മുടെ സ്ട്രാറ്റജി സിസ്റ്റവും. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൺഫർമേഷൻ. മാർക്കറ്റ് താഴത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും താഴത്തേക്ക് വരാം, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലാതെ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ചാടി കയറി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക എന്നതല്ല വേണ്ടത്. ശരിക്കും താഴത്തേക്ക് വന്ന് അതോ ചിലപ്പോൾ ഒന്ന് മേളിലേക്ക് കയറും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെയും താഴത്തേക്ക് വരാം. തൊട്ട് മുന്നേ നിന്ന ക്യാൻഡിലിൽ അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത്
നമ്മൾ ക്ഷമയോട് കൂടി മാർക്കറ്റ് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ ഇനിയിപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ മാത്രം പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. ബൈ ചെയ്തതിന് ശേഷം ഇതേപോലെ HDFC ബാങ്ക്, റിലയൻസ്, ഓപ്ഷൻ ചെയിൻ ഇതെല്ലാം മാറി മാറി നോക്കുക. മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഞാനിത് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യണോ, അതിന് മുന്നേ തൊട്ട് മുന്നിൽ ദിവസം കഴിഞ്ഞ ചാർട്ടും ക്യാൻഡലിൻ്റെ പാറ്റേണും നോക്കുക. താഴത്തേക്ക് വരുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അതിന് മുന്നത്തെ ദിവസങ്ങൾ ഏതും ആയിക്കോട്ടെ വരുന്ന മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഏത് വരെ വന്നിട്ടുണ്ട് അവിടെ നമ്മളൊന്ന് ഒരു ലൈൻ വരച്ച് മാർക്ക് ചെയ്യുക. ആ ലൈൻ ആയിരിക്കണം നമ്മൾ പ്രസന്റ് ഡേ എടുക്കുന്ന നമ്മുടെ ടാർഗറ്റ്. ഞാനിതിന് വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ എവിടെ വയ്ക്കണമെന്നും ടാർഗറ്റ് വയ്ക്കുകയാണെങ്കിൽ എവിടെ വയ്ക്കണമെന്നും ഞാനൊരു വീഡിയോ ഞാൻ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിരന്തരമായിട്ട് സ്റ്റോപ്പ് ലോസ് ആണോ, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയാണ് സംഭവിക്കാറ്, അങ്ങനെ ഒരു കാരണം എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഒരു കമൻറ്റ് ഇടാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സോൾവ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.